നമസ്കാരം. മീഡിയ സ്റ്റോറിയിലേക്ക് സ്വാഗതം. മീഡിയ സ്റ്റോറിയുടെ വികസന കാഴ്ചകൾ എന്ന പരമ്പരയിലെ ഇന്നത്തെ അധ്യായം ആരോഗ്യ മേഖലയുടെ വികസന പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ തുടർ കാഴ്ചകളാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി, SIT ആശുപത്രി എന്നിവിടങ്ങളിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ആ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു ദിവസം OP ചികിത്സയ്ക്ക് എത്തുന്നവരുടെ എണ്ണം 4000-ഓളമാണ്. SITയിൽ വേറെ. മെഡിക്കൽ കോളേജ് എമർജൻസി മെഡിസിൻ വിഭാഗത്തെ സെന്റർ ഓഫ് എക്സലൻസ് ആയി ഉയർത്തിയത് ഈ അടുത്ത സമയത്താണ്. SIT ഹോസ്പിറ്റലിനെ അപൂർവ രോഗങ്ങളിലെ മികവിന്റെ കേന്ദ്രമായി 2022 അംഗീകരിച്ചു. പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തെ നൂതന സൗകര്യങ്ങളോട് കൂടിയ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം ആരംഭിച്ചു. സർക്കാർ മേഖലയിൽ ആദ്യമായി SMA ക്ലിനിക്ക് തിരുവനന്തപുരം SIT ആശുപത്രിയിലാണ് ആരംഭിച്ചത്. മെഡിക്കൽ കോളേജിൽ 717 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിലെ ന്യൂറോ കാത്ത് ലാബ് ഉൾപ്പെടെ 14 കോടിയുടെ സമഗ്ര സ്ട്രോക്ക് സെന്റർ സജ്ജമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആദ്യമായി ക്യാൻസർ രോഗികൾക്ക് നൂതന റേഡിയേഷൻ നൽകുന്ന ഉപകരണമായ ലിനാക് സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. പീഡിയാട്രിക് ഗ്യാസ്ട്രോ വിഭാഗം ആരംഭിച്ചത് ഈ അടുത്ത സമയത്താണ്. 100 ICU കിടക്കകളുള്ള പ്രത്യേക ബ്ലോക്ക് സ്ഥാപിച്ചതും ഈ 5 വർഷക്കാലത്തിനിടയ്ക്കാണ്. ഇന്റർവെൻഷണൽ പൾമണോളജി യൂണിറ്റ്, ബേൺസ് ICU, സ്കിൻ ബാങ്ക്. നമ്മുടെ ഇവിടെ ഇപ്പം സ്കിൻ ബാങ്ക് എന്ന് പറഞ്ഞൊരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. സ്കിൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മരിച്ച മൃതദേഹത്തിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റ് അവയവങ്ങൾ ദാനം ചെയ്ത ബോഡിയിൽ നിന്നോ നമുക്ക് ത്വക്ക് സ്വീകരിച്ച് അത് പ്രോസസ്സ് ചെയ്ത് മറ്റ് ത്വക്ക് നഷ്ടപ്പെട്ട ആൾക്കാർ, സാധാരണഗതിയിൽ പൊള്ളലേറ്റ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റി ദേഹത്തിൻ്റെ തൊലി പോയ ആൾക്കാർക്ക് വച്ച് പിടിപ്പിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള സംരംഭമാണ് ഈ സ്കിൻ ബാങ്ക് എന്ന് പറയുന്നത്. പിന്നെ ബാങ്ക് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കിഡ്നിയോ ലിവറോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ മണിക്കൂറുകൾക്കകം അതിൻ്റെ റെസിപ്പിയൻറ്റിനെ കണ്ടെത്തി അതിന് ആ ആൾക്ക് വച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ സ്കിന്നിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനെ ഗ്ലിസറോൾ എന്ന് പറഞ്ഞ സാധനത്തിൽ വെച്ച് മറ്റ് പല നൂതന സങ്കേതങ്ങളിലൂടെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് സ്കിൻ ബാങ്ക്. അത് കഴിഞ്ഞാൽ അത് 3 വർഷം വരെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും. ഇപ്പം ആവശ്യക്കാർക്ക് അത് ഉപയോഗിക്കാനും പറ്റും. എൻ്റെ പേര് സുകന്യ. ഞാൻ കൊല്ലത്തുനിന്ന് വരികയാണ്. എൻ്റെ അച്ഛനെയാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. 35% പൊള്ളലോട് കൂടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പോൾ പുള്ളി നല്ല കണക്ക് ബെറ്റർ ആയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഡോക്ടർമാരായാലും സിസ്റ്റർമാരായാലും നല്ല സഹകരണവും കാര്യങ്ങളും ഉള്ളവരാണ്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മളോട് വന്ന് അത് വിശദീകരിച്ച് തന്നെയാണ് പറഞ്ഞു തരികയും എടുക്കുകയും ചെയ്യുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്. അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത്, പൊള്ളലോട് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് അത്രയും രക്ഷിക്കാൻ പറ്റുമെന്നുള്ളൊരു സ്ഥിതിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത്രയും നാളത്തെ ചികിത്സയുടെ ഈ ഫലമായിട്ട് നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അച്ഛന്. പെറ്റ് സ്കാൻ, സ്പെക്ട് സ്കാൻ എന്നിവ പ്രവർത്തനം തുടങ്ങുന്നതിന് ഇടപെടലുകൾ നടത്തിയതും ഈ സർക്കാരാണ്. ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ 4 ഗവൺമെൻറ് ആശുപത്രികളിലാണ് ഉള്ളത്. റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരം, കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, മലബാർ ക്യാൻസർ സെൻറ്റർ, പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ഇതിൽ ആദ്യം തുടങ്ങിയത് RCCയിലാണ്. പിന്നീട് മെഡിക്കൽ കോളേജുകൾ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പിന്നീട് ഡെവലപ്പ് ചെയ്യുകയും ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം ചികിത്സയും സ്കാനിങ്ങും ഒക്കെ വന്നത്. പിന്നീട് മലബാർ ക്യാൻസർ സെൻറ്റർ വന്നു. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലും വന്നു. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ ഐസോട്ടോപ്സ്, അതായത് റേഡിയേഷൻ വികിരണം പുറപ്പെടുവിക്കുന്ന ഐസോട്ടോപ്സിനെ മരുന്നിൻ്റെ രൂപത്തിലാക്കിയിട്ട് രോഗികൾക്ക് ശരീരത്തിനുള്ളിലേക്ക് കടത്തി നമ്മൾ സ്കാനിങ്ങും ചികിത്സയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ന്യൂക്ലിയർ മെഡിസിൻ. അപ്പോൾ ഇത് പുറത്തൊക്കെ പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ ഉണ്ട്, എങ്കിലും ചിലവ് കൂടുതലാണ്. ഗവൺമെൻറ് ആശുപത്രികളിൽ വന്നപ്പോഴേക്ക് അത് എല്ലാവർക്കും, സാധാരണ ആൾക്കാർക്കെല്ലാം തന്നെ അക്സസിബിൾ ആവുകയും കുറഞ്ഞ ചിലവിൽ കിട്ടുകയും ചെയ്യുന്നു.
കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നടന്നിട്ടുള്ളത്. നിസ്സംശയം നമുക്ക് പറയാം, നമ്മുടെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലല്ല. മറ്റൊരു എപ്പിസോഡിൽ മീഡിയ സ്റ്റോറിയിൽ വീണ്ടും കാണാം. നമസ്കാരം.